ഹൈപ്പോതൈറോയിഡിസം ഉള്ളൊരു പേഷ്യൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒന്നാമതായി, നിങ്ങൾ ഫുഡ് അവോയ്ഡ് ചെയ്യുന്നതിന് പകരം ഫുഡിന്റെ പോർഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 5 കാര്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇത് നിങ്ങളുടെ തൈറോയ്ഡ് ഫംഗ്ഷൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അയഡിൻ. ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യൻസ് ഡയറ്റിൽ മോഡറേറ്റ് അളവിൽ അയഡിൻ കൺസ്യൂം ചെയ്യുന്നത് തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷന് വളരെയധികം സഹായിക്കുന്നു. ഇത് നിങ്ങൾക്ക് അയഡൈസ്ഡ് സാൾട്ടിന്റെ രൂപത്തിൽ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമതായി, സെലീനിയം. ഇത് തൈറോയ്ഡ് ഹോർമോണായ T4 ആക്റ്റീവ് T3യിലേക്ക് കൺവേർട്ട് ചെയ്യാനും സിംറ്റംസ് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഡയറ്റിൽ ബ്രസീൽ നട്ട്സ്, സെസമേ സീഡ്സ്, ഫിഷ് എന്നീ ഭക്ഷണത്തിലൂടെ കിട്ടുന്നതാണ്. ഒന്നാമതായി, സിങ്ക്. ഇത് നിങ്ങളുടെ തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ബീറ്റ്, ഫിഷ്, ലെഗ്യൂംസ് എന്നീ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നതാണ്. സപ്ലിമെന്റായി എലമെന്റൽ സിങ്ക് 10 mg per day ആയിട്ട് എടുക്കാവുന്നതാണ്. നാലാമത്, തൈറോയ്ഡ് ഫംഗ്ഷൻ ഇമ്പയർഡ് ആയവരിൽ അയൺ ലെവൽ കുറഞ്ഞു വരുന്നതായി കാണാൻ കഴിയും. ഇതിനു വേണ്ടി ഡയറ്റിൽ റെഡ് മീറ്റ്, അത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെ അയൺ സപ്ലിമെന്റ് ആയിട്ടും എടുക്കാവുന്നതാണ്. രണ്ടാമതായി, ഹൈപ്പോതൈറോയ്ഡ് പേഷ്യൻസിൽ വിറ്റാമിൻ ഡി ലെവൽസ് കുറഞ്ഞു വരുന്നതായി കാണാം. ഇതിനു വേണ്ടി വിറ്റാമിൻ ഡി ഫോർട്ടിഫൈഡ് ഫുഡ്സ്, വിറ്റാമിൻ ഡി സപ്ലിമെന്റ്സ് ഡെയിലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഡോസിൽ എടുക്കാവുന്നതാണ്. ഇതിനു പുറമെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ omega-3 ഫാറ്റി ആസിഡ് ആഡ് ചെയ്യുക. ഇത് തൈറോയ്ഡ് ഫംഗ്ഷൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ omega-3 സപ്ലിമെന്റ് ആയിട്ടും എടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ന്യൂട്രീഷനിൽ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കുന്നു.